ഇടുക്കിയിലെ പാഞ്ചാലിമേട് എന്നുള്ള സ്ഥലം ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കും. അതിന് തൊട്ടടുത്തായിട്ട് ധാരാളം റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഉണ്ട്. പാഞ്ചാലിമേടിനടുത്തുള്ള ഒരു പുതിയ ഹോം സ്റ്റേയും പിന്നെ പീരുമേടിനടുത്ത് നമ്മുടെ ചാർലി സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന പേരിൽ പ്രസിദ്ധമായ ലാഡ്രം എസ്റ്റേറ്റിലുള്ള കുറച്ച് കാഴ്ചകളും ഉൾപ്പെടുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക, തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂംസിൻ്റെ ഇൻറ്റീരിയർ കേട്ടോ. ഈ റൂമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. രണ്ടുപേരേ ഉള്ളെങ്കിലും ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബെഡ്റൂമിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ജനൽ തുറന്നാൽ നേരെ ഈ ഒരു വ്യൂ കാണാം. ആ കാണുന്നത് ശബരിമല ഫോറസ്റ്റ് ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങോട്ട് അവിടെ നമ്മുടെ ബൈക്കൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു അലമാരയുണ്ട് വലുത്. പിന്നെ ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. അത്യാവശ്യം വലിപ്പമുള്ളൊരു വാഷ്റൂമാണ്, കുഴപ്പമില്ല. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള പുറത്തെ കാഴ്ച കേട്ടോ. നമുക്ക് നമ്മൾ ബൈക്കിലാണ് വന്നത്. ബൈക്കൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കാം. ഞാൻ ഒരു വണ്ടി അവിടെ വെച്ചു, ഒരെണ്ണം നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടി ഇവിടെ വെച്ചു. നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവച്ചതാണ്. വൈകിട്ട് നമുക്ക് മാറ്റി അങ്ങോട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തായാലും നേരെ ആ കാണുന്നത് ശബരിമല വനമാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല ക്ലിയറായിട്ടുള്ള വളരെ ക്വയറ്റായിട്ടുള്ള സമയത്ത് രാവിലെയൊക്കെ വന്നിട്ട് അമ്പലത്തിലെ പാട്ടൊക്കെ കേൾക്കാമെന്ന് പറഞ്ഞു. അമ്പലം ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. ആ ഒരു ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് കണ്ടോ, അവിടെ അതിൻ്റെ അപ്പുറത്താണ് ശബരിമല ക്ഷേത്രം എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയാൽ കണങ്കവയൽ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ജംഗ്ഷനൊക്കെ എത്തും. അവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും. അതിൻ്റെ ഉൾവശം ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മൊത്തം 3 ബെഡ്റൂംസ് ഉണ്ട്. ഒരെണ്ണം ഒരു സ്റ്റോർ റൂം പോലെ ഉപയോഗിക്കുന്നതാണ്. അത്രയും വലിയൊരു ഹോള് നമുക്കിവിടെ ഉണ്ട്. അവിടെ ഒരു TV ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു റൂമിൽ. പിന്നെ ഈ ഒരു കിച്ചൺ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഈ ഒരു ബിൽഡിംഗ് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ കിച്ചണൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ചൂടാക്കാം. പാത്രങ്ങൾ അത്യാവശ്യം ഒക്കെ ഉണ്ട്. പിന്നെ ഫ്രിഡ്ജുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പുറകിലൊക്കെ നമുക്കൊരു തേയിലത്തോട്ടമൊക്കെ ഇട്ട് ഇഷ്ടംപോലെ പക്ഷികളൊക്കെ ഉണ്ട് ഇങ്ങോട്ടേക്ക്. പിന്നെ അങ്ങോട്ട് പുറകിലോട്ട് തേയിലത്തോട്ടം. ആക്ച്വലി ഇനി ഇതൊരു പഴയ വീടായിരുന്നു. അവർ ഡെവലപ്പ് ചെയ്ത് ഇനിയിപ്പോൾ ഒരു 3 ബെഡ്റൂം ഹോം സ്റ്റേ പോലെ ആക്കി കൊടുക്കാനാണ്. 3 ബെഡ്റൂം 2 പുതിയ വെറൈറ്റി പക്ഷികളൊക്കെ കാണാമല്ലോ. അപ്പോൾ എന്തായാലും രാവിലെയൊക്കെ നല്ല അറ്റ്മോസ്ഫിയർ. ഇപ്പോഴും കൊള്ളാം. നമ്മൾക്കൊക്കെ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ നല്ല തള്ളായിരുന്നു. സമയം 3:15 ആയതേ ഉള്ളൂ. നമ്മളിനി നേരെ കുട്ടിക്കാനത്തോട്ടൊക്കെ പോയി അങ്ങോട്ട് ഫ്രണ്ടിലോട്ടൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരും. എന്തായാലും ബാക്കി കാഴ്ചകൾ തുറന്ന് കണ്ടുപോക്കുക. ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ബാച്ചിലേഴ്സിലാണ് കേട്ടോ. ഫാമിലിക്കും ആവും. ഇത് ആക്ച്വലി സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. നമ്മളാണ് ഇവിടുത്തെ ആദ്യത്തെ ഗസ്റ്റ്. അപ്പോൾ പാഞ്ചാലിമേടിനടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു കുഞ്ഞ് ഹോം സ്റ്റേ ആണ്. ഞാൻ പറഞ്ഞില്ലേ, കൂടുതലും ബാച്ചിലർ ഫ്രണ്ട്ലി. അതായത് ഈ ഒരു 3 ബെഡ്റൂംസ് ഉൾപ്പെടുന്ന ഒരു വില്ലയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് മാത്രമായിട്ട് ഇവർ തന്നതാണ്. അപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. ഇവർക്ക് തന്നെ വേറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഓൾറെഡി ഫുൾഡായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് തന്നതാണ്. അപ്പോൾ ഇങ്ങനെ എന്തായാലും നമ്മളത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നേരെ വളരെ റിലാക്സ്ഡ് ആയിട്ട് പീസ്ഫുള്ളായിട്ട് മുമ്പിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇരിക്കാം. കസേരകളൊക്കെ ഇഷ്ടംപോലെ അകത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ്. പ്രോപ്പർട്ടി അല്ലാണ്ട് ഇവർക്ക് വേറെയും 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരെണ്ണത്തിൽ ഇപ്പോൾ റിനോവേഷൻ നടക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കിത് മെയിനായിട്ട് തന്നത്. ഇതല്ലാണ്ട് ഇവിടേക്ക് വേറെ കുട്ടിക്കാനം ടൗണിൽ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഈ ഒരു നമ്പർ വിളിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. ഏതാണ് വേണ്ടത്, നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മതി. കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷനായിട്ട് നോക്കുന്നവർക്ക് ഇതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇതൊരു ഇതിനകത്തുള്ള ഒരു ബെഡ്റൂമിന് അവർ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ 2500 രൂപയ്ക്കാണ് അവർ തരുന്നത്. അതല്ല, നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഫുള്ളായിട്ട് വേണമെങ്കിൽ അവർ 6000 രൂപയ്ക്ക് തരും. അപ്പോൾ ഇതിനകത്തുള്ള കിച്ചനും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കുട്ടിക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികമാരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ ചാർലിക്കുളം. ഇവിടെ ആക്ച്വലി ലാഡ്രം എസ്റ്റേറ്റ് എന്നാണ് ഈ ഒരു സ്പോട്ടിൻ്റെ യഥാർത്ഥ പേര്. ഈ ചാർലി സിനിമയിൽ വന്നതിന് പിന്നെ ചാർലി മൂവി ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിളിലുണ്ടാവും. ഇവിടെ ആക്ച്വലി ഇപ്പോൾ അവർ വണ്ടി കയറ്റി വിടുന്നില്ല. പണ്ട് ബൈക്കൊക്കെ
ഫ്രണ്ടിലോട്ട് കയറ്റി കൊണ്ടുവരായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ല കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് നടന്ന് കുറച്ചൊരു ദൂരം നടക്കാനുണ്ട്. നടന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആ ഒരു ഷൂട്ടിംഗ് നടന്ന ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തും. 2 സൈഡ് വെള്ളമൊക്കെ ഉള്ള, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ചാർലി മൂവി ലൊക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ, ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വൈകിട്ടൊക്കെ ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്. എന്നാലും കമ്പാരിറ്റീവ്ലി ആൾ കുറവാണെന്നാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നൊരു ചേട്ടൻ പറയുന്നത്. ഇവിടെ അടുത്തുള്ളൊരു ചേട്ടനാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ആ ഒരു ഫേമസ് കുളം. പിന്നെ ഇതാ മുകളിൽ കാണുന്നതാണ് നമ്മുടെ നെടുമുടി വേണമൊക്കെ താമസിച്ചായിട്ടൊരു ഇത് കാണിക്കുന്നില്ലേ, അതവിടെയാണ്. ഇതൊരു സ്കൂളാണ് ആക്ച്വലി. ഭയങ്കര പീസ്ഫുള്ളായിട്ടൊരു ആംബിയൻസ് ആട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ആക്ച്വലി. ഇതിനു മുമ്പ് നമ്മൾ 2 വട്ടം ഞാനിവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ രാവിലെയൊക്കെ വന്ന് ഞങ്ങൾ എന്നിട്ട് റിസോർട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇത് കണ്ടോ, സമയം വൈകിട്ട് ഒരു 6 മണിയായി. ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നേ ഉള്ളൂ. ആ ഒരു ആംബിയൻസ് കണ്ടോ, അവിടെയൊക്കെ നല്ല ചുമന്നിരിപ്പുണ്ട്. കിടില ആംബിയൻസ്, കിളികളൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ നൈറ്റിലെ ആംബിയൻസ്. നമ്മൾ ജസ്റ്റ് ചുമ്മാ സ്പീക്കറൊക്കെ ആയിട്ട് പുറത്തോട്ടിരിക്കുകയാണ്. അവിടെ ലൈറ്റൊക്കെ കാണുമെന്ന് വിചാരിച്ചൊന്നും കാണുന്നില്ല. അങ്ങോട്ട് റോഡൊക്കെയാണ്, പിന്നെ ദൂരെ ടൗണൊന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഇതാണ് ഇവിടുത്തെ നൈറ്റ് ആംബിയൻസ്. നൈറ്റ് ഇവിടെ ഡിന്നറൊന്നുമില്ല, നമ്മൾ പുറത്ത് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇവിടെ ജസ്റ്റ് സ്റ്റേ മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള പ്രഭാത കാഴ്ചകൾ കേട്ടോ. അവിടെയൊക്കെ ക്ലൗഡ് ബെഡ് മൂടിയിട്ടുണ്ട്, കാണാമെന്ന് വിചാരിക്കുന്നു. അടിപൊളി. അവിടെ സൺറൈസ് അവിടെ നിന്നാണ് വരുന്നത് കേട്ടോ. കൊള്ളാം. അവിടെയൊക്കെ മേഘങ്ങൾ ഇങ്ങനെ മൂടിയിട്ടുണ്ട്. നല്ല കിടിലമായിട്ടൊരു സൺറൈസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ആക്ച്വലി നിങ്ങൾക്ക് പാഞ്ചാലിമേട് പോയി സൺറൈസ് ആസ്വദിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ, കാരണം ഇവിടുന്ന് തൊട്ടടുത്താണ്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് റൂമിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സൺറൈസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിഫറൻസ് നമ്മുടെ ഈ ഒരു സ്റ്റേയുടെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഇതൊരു പുതിയ പ്രോപ്പർട്ടിയാണ്. ഇത് ഇവർ കൊടുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ ആക്ച്വലി ഇവരുടെ വേറൊരു പ്രോപ്പർട്ടിയിലാണ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ അവരിങ്ങനെ ഒരു സജഷൻ വെച്ച് ഇങ്ങനെ പുതിയത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് എനിക്കിങ്ങനെ കുറച്ച് വ്യൂ ഒക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി വേണമെന്ന് പറഞ്ഞു. അവരുടെ മറ്റേ പ്രോപ്പർട്ടിയിൽ അത്ര, ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്ത പ്രോപ്പർട്ടി അതൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ വ്യൂ ഒന്നുമില്ല. എനിക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ അവരാണ് ഇങ്ങനെ ഒരു സജഷൻ വെച്ച് അവരൊരു പുതിയ പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ട്. അത് ഗൂഗിളിൽ പോലും അവർ ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ അവരെ വിളിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഈ പാഞ്ചാലിമേടിൻ്റെ അടുത്തുള്ള ഈ ഒരു സ്റ്റേയുടെ ഒരു ഇതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അവർ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇതൊരു 3 ബെഡ്റൂം പ്രോപ്പർട്ടിയാണ്. 3 ബെഡ്റൂംസും ഒരേപോലെ തന്നെയാണ്. നമുക്കൊരു ബെഡ്റൂം മാത്രമേ റെഡിയാക്കി തന്നു. പിന്നെ അതുപോലെ ഇവിടെ വരുമ്പോൾ നമുക്ക് കിച്ചണൊക്കെ യൂസ് ചെയ്യാം. പിന്നെ കെയർ ടേക്കർ ഉണ്ട്. നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് എന്താ പറയുക, ഒരു 3 ബെഡ്റൂം ഒരു വീട് എടുക്കുന്ന പോലെ. ഇത് പാഞ്ചാലിമേടിൻ്റെ തൊട്ടടുത്താണ്. ഇതിനടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് മെയിനായിട്ട് പാഞ്ചാലിമേട് പോകാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ തേക്കടിയൊക്കെ പോകാം ഒരു 2 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ, കാരണം ഇവിടെ നിന്ന് നമുക്ക് റൂട്ടൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കാനം ടൗൺ ഇതിന് തൊട്ടടുത്താണ്. കുട്ടിക്കാനത്തുനിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാഗമൺ പോകാം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം. തന്നെ നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ചാർലി സ്പോട്ട്, ചാർലീസ് എന്ന മൂവി ലൊക്കേഷൻ, അത് ആക്ച്വലി ലാഡ്രം എസ്റ്റേറ്റ് എന്നാണ് അവർ ഏരിയയ്ക്ക് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഒന്നുകൂടെ ഇന്നലെ സൺസെറ്റ് സമയത്ത് പോയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സൺസെറ്റ് സമയത്ത് ഇങ്ങനെ പോകുന്നത് ബൈക്കായിട്ട്. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ഡ്രോൺ ഷോട്ട്സ് ഒക്കെ എടുത്ത് നല്ല വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഇതിലിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു എന്താ പറയുക, പീസ്ഫുൾ, വളരെ റിലാക്സിങ് ആയിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു. ഇവിടെ ഫുഡെല്ലാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും കോംപ്ലിമെൻ്ററി ഇല്ല, നമ്മളതിനെ അറേഞ്ച് ചെയ്യണം. പക്ഷേ ഇതിന് തൊട്ടടുത്ത് താഴോട്ട് പോകുമ്പോൾ തന്നെ ചെറിയൊരു ടൗണുണ്ട്. ടൗൺ എന്ന് പറയുമ്പോൾ എനിക്കറിയാം കണങ്ങവയൽ എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. അപ്പോൾ അവിടെ തന്നെ 2 ചായക്കടയൊക്കെ ഉണ്ട്. അത്യാവശ്യം രാത്രി 8 മണി വരെ അത് തുറന്നിരിക്കും. അപ്പോൾ അത്യാവശ്യം ചെറിയ പൊറോട്ട, അങ്ങനെ നാടൻ ഐറ്റംസ്, തട്ടുദോശ അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ കിട്ടും. രാവിലെ ഇപ്പോൾ ഞങ്ങൾ നടക്കാൻ പോയപ്പോൾ രാവിലെ നോക്കി അവിടെ ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുഡിന് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഇവിടെ കുക്ക് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്, ഇൻക്ലൂഡിങ് ഗ്യാസ് എല്ലാം ഉണ്ട്.
അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ആയ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബെഡ്റൂം എടുക്കുകയാണെങ്കിൽ 2500 രൂപയാണ്. അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മൊത്തത്തിൽ ഈ പ്രോപ്പർട്ടി വേണമെന്ന് പറഞ്ഞാൽ അത് 6000 രൂപയ്ക്ക് തരും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ്. ഇത് സീസണൊക്കെ അനുസരിച്ച് മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിളിക്കുന്ന സമയത്ത് ഡബിൾ കൺഫേം ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു 6000 രൂപയ്ക്കൊക്കെ ഇത് നല്ല വെർത്താണ്. കാരണം നമുക്ക് റിലാക്സിങ് ആയിട്ടൊരു സ്റ്റേയും കിട്ടും. ഫുഡ് ഇല്ലെങ്കിൽ നമുക്ക് എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ആൽസിയോൺ ഹോം സ്റ്റേ എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു ഹോം സ്റ്റേയുടെ വിശേഷങ്ങളും അതുപോലെ നമ്മുടെ കുട്ടിക്കാലത്തെ ചെറിയൊരു യാത്രയായിരുന്നു ഇന്നത്തെ കുഞ്ഞു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അഭിലാഷാണ്. നമ്മുടെ കൂടെ ഫസ്റ്റ് ടൈമാണ് ട്രിപ്പിന് വരുന്നത്. അപ്പോൾ ഇനിയും ചെറിയ ചെറിയ ട്രിപ്പുകളിൽ പുള്ളി ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ധാരാളം യാത്രകൾ ഇനിയും വരുന്നുണ്ട്. കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.